ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കേക്ക് ഡെക്കറേറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കേക്ക് ഡെക്കറേഷൻ ഒന്നും അറിയാത്ത ആൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരുടെങ്കിലും ഒരു ബർത്ത്ഡേ വന്നാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയൊരു ഡെക്കറേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ മാക്ടോപ്പിൻ്റെ ക്രീമാണ്. അപ്പോൾ ഗൾഫിലുള്ളവർക്ക് ഇത് നല്ലൊരു ക്രീമാണ്. കാരണം ഞാൻ ഇതുവരെ ഉപയോഗിച്ച ഒരു ക്രീമും ഇത്രയും നല്ല സ്റ്റിഫായി വന്നിട്ടില്ല. അപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ ഫിയോണ ഉണ്ട്, അതിൽ റിച്ച് ഗോൾഡ്, അങ്ങനെ കുറേ ക്രീമുണ്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 3/4 കപ്പ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ കറക്റ്റ് 3 മിനിറ്റും ഒരു 40 സെക്കൻഡോളം ഞാൻ ബീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഈ ക്രീം നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഓവർ ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ഞാൻ ഇത് ഒഴിച്ചപ്പോൾ തന്നെ ഇതുപോലെ ബബിൾസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മൊത്തം ഇനി ബബിൾസ് കയറി നമ്മുടെ ക്രീം നന്നായി വരില്ല എന്ന്. പക്ഷേ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ക്രീം നല്ല അടിപൊളിയായി നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഓവർ ബീറ്റ് ചെയ്യരുത്. ആ ഒരു സ്റ്റിഫായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇത് ലോ സ്പീഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഈ ഹാൻഡ് ബീറ്ററിന് 2 സ്പീഡാണുള്ളത്. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് സ്പീഡിൽ തന്നെ ഇട്ടാണ് ഇത് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ടെന്ന്. ആ സമയമായി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ കണ്ടാൽ മനസ്സിലാവും നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും പറ്റുന്ന തെറ്റായിരുന്നു അത്. ഞാൻ കുറച്ചധികം സമയം ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കേക്കിൽ ഐസിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഇതിലേക്ക് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പാച്ചിൽ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ സ്പാച്ചിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കൺസിസ്റ്റൻസി മതി നമുക്ക്. അപ്പോൾ ഞാനിപ്പം ഈ ചെയ്തെടുത്ത ക്രീം അതിൻ്റെ ഫില്ലിങ്ങും അതുപോലെ തന്നെ ആ ക്രം കോട്ടിങ് ചെയ്യാൻ മാത്രമുള്ളതാണ്. ബാക്കി ഞാൻ വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു ടേണിംഗ് ടേബിൾ എടുക്കാം. അതിൻ്റെ മേലെ ഞാൻ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു കേക്ക് നന്നായിട്ട് ഐസിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ശരിക്കും ടേൺ ടേബിൾ ആവശ്യമുണ്ട്. അപ്പോഴേ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിവിടെ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. കാരണം ഓവണൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയ നല്ലൊരു വാനില സ്പോഞ്ച് കേക്കായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് കട്ടർ വെച്ചാണ് കട്ട് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കത്തി വെച്ച് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപോലെ കട്ട് ചെയ്യാൻ ശ്രമിക്കണം. കാരണം എന്നാലും നമ്മൾ കേക്ക് ഐസിങ് ചെയ്ത് വരുന്ന സമയത്ത് നല്ലൊരു ഷേപ്പിലായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ഹൈറ്റിൽ വെച്ചാണ് ഈ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ 3 ലെയറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതും കൂടി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ കേക്ക് കട്ടർ ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ സെയിം ലെവലിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ 3 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കത്തി വെച്ച് ചെയ്യുന്നവർ കഴിയുന്നതും നല്ല ലെവലിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ കേക്ക് ബോർഡിൻ്റെ മേലെ ഒരിത്തിരി ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ കേക്ക് ആ കേക്ക് ബോർഡിൽ നിന്ന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഏറ്റവും മുകളിലത്തെ ഭാഗം എടുത്ത് നമുക്ക് ഈ കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴത്തെ ഭാഗമാക്കിയിട്ട് വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ മുകളിലത്തെ ഭാഗം ശരിക്കും ചിലപ്പോൾ ലെവലിലൊന്നും ഉണ്ടാവില്ല. ചിലപ്പം പൊങ്ങിയിട്ടും താണിട്ടൊക്കെ ഉണ്ടാവും കേക്കിൻ്റെ മേൽഭാഗം. അതുകൊണ്ടാണ് ആ മേൽഭാഗം എടുത്ത് താഴത്ത് വെക്കാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ കുറച്ച് ബട്ടർ പേപ്പർ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് കേക്കിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്ക് ബോർഡ് വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ക്രീമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ചെയ്ത് അവസാനം ആ ബട്ടർ പേപ്പർ ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ കേക്ക് ബോർഡ് ക്ലീൻ ചെയ്യേണ്ട പണിയും ഇല്ല. പക്ഷെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരുപാട് അകത്തേക്ക് കയറ്റി വെക്കരുത്. ജസ്റ്റ് നമുക്ക് വലിച്ചാൽ പെട്ടെന്ന് കിട്ടുന്ന വിധത്തിൽ വേണം അതൊന്ന് വെക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ആ സൈഡിൽ ഇത്തിരി ക്രീം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ആ പേപ്പർ ശരിക്കും നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം.
ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കേക്ക് നല്ലൊരു മോയ്സ്ചറായിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഓവറായിട്ട് മധുരം ഇട്ട് കൊടുക്കേണ്ട കേക്കിൽ, കാരണം ഷുഗർ സിറപ്പും കൂടി ഒഴിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ കേക്ക് നല്ല ഓവർ മധുരമായി പോവും. അപ്പം കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കറക്റ്റ് മധുരം മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ക്രീമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം ക്രീമിൻ്റെ ആ തിക്നെസ് അത്രയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് അതിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഇതുപോലെ സ്പാച്ചിൽ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫസ്റ്റിലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്തായാലും കേക്ക് സ്മൂത്തായിട്ട് ഐസിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ശരിക്കും പ്രാക്ടീസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ പോലെ തന്നെ സെയിം ഷുഗർ സിറപ്പും ക്രീമും നമുക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇടയ്ക്കൊക്കെ കേക്ക് ചെയ്യാറുണ്ട്, പക്ഷേ ശരിക്കും ഐസിങ് പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കേക്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനി 1-2 കേക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കേക്ക് ഇതുപോലെ ഐസിങ് ശരിയാത്തവർ പേടിക്കണ്ട, കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മൾ തന്നെ അത് പഠിച്ചോളും. അപ്പോൾ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അവസാനത്തെ ഭാഗം കൂടി വെച്ച് കൊടുക്കാം. ഇത് കേക്കിൻ്റെ ഏറ്റവും അടിഭാഗമാണ്, കാരണം കേക്കിൻ്റെ അടിഭാഗം എപ്പോഴും നല്ല ലെവലിലുണ്ടാവും, നമ്മുടെ പാത്രത്തിൻ്റെ ആ ഒരു ലെവലിന്. അപ്പോൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന ഇങ്ങനെ ഐസിങ് ചെയ്യുന്ന സമയത്ത് ആ അടിഭാഗം വേണം ഇങ്ങനെ മേൽഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇതിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കൈവച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ആ കേക്കിൻ്റെ അവിടെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ക്രീം ഒന്ന് ഫില്ലായിക്കോളും. ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതിന് മുന്നേ ചെയ്ത് കൊടുത്താൽ കേട്ടോ, ഞാൻ മറന്നു പോയിട്ടാണ്. ഇനി നമുക്ക് കുറച്ചധികം ക്രീം ഇട്ട് ഇതൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ക്രം കോട്ടിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആ ഒരു കേക്കിൻ്റെ ആ പൊടിയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു കോട്ടിങ്ങാണ്. കേക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, അവർക്ക് ഫസ്റ്റിലത്തെ ആ ഒരു ഇത് തന്നെ നന്നായിട്ട് കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മളെപ്പോലുള്ളവർക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഒന്ന് ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്രീം തേച്ച് കൊടുത്ത് ആ ഒരു ഫസ്റ്റ് കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അപ്പം ആ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി എടുക്കുന്നതിന് മുന്നേ പൈപ്പിംഗ് ബാഗിൽ ഞാൻ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നോസിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ആ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്ത് കുറച്ച് വലിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ പൈപ്പിംഗ് ബാഗിൽ നിന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കേക്കിന് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാം. ഇതുപോലെ ചെയ്താൽ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ക്രീം എത്തും. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാം. ഇത് കേക്കിൻ്റെ മേലെയും കൂടി ഇതുപോലെ ആക്കി ഇനി നമുക്കൊന്ന് ഇത് സ്മൂത്താക്കി എടുക്കാം. ഒരു സ്പാച്ചിൽ വെച്ച് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് ചെറിയ കേക്കൊക്കെ ഉണ്ടാക്കി ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ആ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി, കാരണം ഒരുപാട് ബീറ്റ് ചെയ്യാതെ ഇരുന്നാൽ മതി. അപ്പോൾ എയർ ബബിൾസ് ഒന്നും കയറില്ല. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് സ്മൂത്താക്കാൻ വേണ്ടി ഞാനിവിടെ ചെറു ചൂടുവെള്ളത്തിൽ അതിൻ്റെ സ്പാച്ചിലൊന്ന് മുക്കിയെടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒന്നും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും ഭംഗിയിൽ എൻ്റെ കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഞാനിതിൻ്റെ മേലെ ഒരു സ്ക്രാപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെയും കൂടി ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്ക്രാപ്പറിൽ പറ്റിപ്പിടിക്കുന്ന ക്രീം തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എൻ്റെ കേക്ക് ഐസിങ് ചെയ്യുന്നത് സ്റ്റോപ്പാക്കിയിട്ടുണ്ട്, കാരണം ഇപ്പോൾ ഏകദേശം ഒന്ന് ലെവലായി വന്നിട്ടുണ്ട്. ഇനിയും ഞാൻ ആക്കാൻ നിന്നാൽ ചിലപ്പം ആദ്യം മുതൽ വീണ്ടും തുടങ്ങേണ്ടി വരും. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ഇതിൻ്റെ ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഡെക്കറേഷൻ ചെയ്യുന്നതിന് മുന്നേ
ഒന്നുകൂടി ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നുണ്ട്. ഒന്ന് ഫ്രിഡ്ജിൽ എടുത്തതിന് ശേഷം ചെയ്യലായിരിക്കും നല്ലത്. പിന്നെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ ക്രീമൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ 4 ബൗളിലാക്കി എടുത്തിട്ടുണ്ട് ഈ ക്രീം. കാരണം കുറച്ചും കൂടി ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഗ്രീൻ കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിസ്ത ഗ്രീനാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ബ്ലൂ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഓറഞ്ചും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുന്നേ ഉള്ളൂ, ഒരുപാട് മിക്സ് ആക്കുന്നില്ല. ആ ഒരു വൈറ്റ് കളറും കൂടി കാണുന്ന വിധത്തിൽ ഒന്ന് മിക്സാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 1.5 കപ്പ് ക്രീം ബീറ്റ് ചെയ്തിട്ടുണ്ട് ഈ കേക്ക് മൊത്തം ചെയ്യാൻ വേണ്ടി. പക്ഷേ ശരിക്കും അത്രയും ആവശ്യമില്ലായിരുന്നു, കുറച്ച് ക്രീം ബാക്കിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു 1.25 കപ്പൊക്കെ മതിയാവുമായിരിക്കും ഇത്രയും ഇതിലുള്ളൊരു കേക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ 4 കളറും 4 പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന നോസിൽ ഇതാണ് 100-ൻ്റെ N2 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഈ പച്ച കളർ ഒന്ന് മാറ്റാൻ പോകുന്നുണ്ട്, കാരണം എനിക്ക് ഈ കളർ തീരെ ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ഈ കളർ ഒന്നും കൂടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നീല കളർ ആഡ് ചെയ്ത് അത് കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും യെല്ലോ കളറും നീല കളറും കൂടി ചേർത്തിട്ടാണ് പച്ച കളർ ആക്കാറ്. പക്ഷേ എൻ്റെ അടുത്ത് യെല്ലോ കളറും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഗ്രീൻ കളർ കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും നമ്മുടെ പൈപ്പിംഗ് ബാഗിലൊക്കെ തന്നെ നിറക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു തമ്പനെയിലിൽ കാണുന്ന ആ ഒരു ഡിസൈൻ പോലെ ചെയ്യാൻ പോയെന്ന്. ജസ്റ്റ് ചെറിയൊരു കട്ടിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലൈനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തടുത്ത് വേണമെങ്കിൽ അടുത്തടുത്ത് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്യാപ്പ് വെച്ച് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈസിയാണ് ചെയ്യാൻ വേണ്ടി, ഇതിന് വലിയ പ്രാക്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ലീഫ് നോസിൽ ഇവിടെ എവിടെ തിരഞ്ഞിട്ട് കാണുന്നില്ല, അതെവിടെ പോയിന്ന് അറിയില്ല. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ആ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം കട്ട് ചെയ്ത് ഏകദേശം ഒരു ലീഫിൻ്റെ ഒരു ഇതിൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രീം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ 3 ലീഫാക്കിയിട്ട് ചെയ്യുന്നുണ്ട് ഓരോന്നിനും. അപ്പോൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പിങ്ക് കളർ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ നോസിലുകൊണ്ട് തന്നെ ഞാൻ 3 ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യം ഫ്ലവർ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 2 ഇത് വിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം അതുപോലെ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒറ്റ കളർ വേണമെങ്കിൽ ഒരു കളർ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 അതായത് ഒരെണ്ണം ബ്ലൂവും ഒരെണ്ണം ഓറഞ്ചും ചെയ്യാൻ വേണ്ടി വിട്ടതിന് ശേഷം അടുത്തത് വീണ്ടും പിങ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല ചൂടാണ് ഇവിടെ. അപ്പോൾ ശരിക്കും പൈപ്പിംഗ് ബാഗിലാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ നല്ലതായിരിക്കും, കാരണം ആവശ്യമുള്ളത് മാത്രം എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഫ്ലവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ആ ഒരു ഇതിൽ 2 സ്റ്റാർ കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ചെയ്ത എല്ലാത്തിനും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി പിങ്ക് കളർ മാറ്റിയിട്ട് അടുത്ത കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് നീല കളർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യലായിരിക്കും നല്ലത്, കാരണം എല്ലായിടത്തും ഒരുപാട് നോസിലൊന്നും ഉണ്ടാവില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് നോസിലും ഈ പൈപ്പിംഗ് ബാഗ് മാറ്റുന്നതിന് പകരം ഇതുപോലെ ചെയ്ത് ആ നോസിലുള്ള ക്രീം നമുക്ക് കുറച്ച് ഇതുപോലെ മാറ്റിയാൽ മതി. അതിനുശേഷം നമുക്ക് നമ്മുടെ നീല കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറേ ഫ്ലവർ വേണമെങ്കിൽ ചെറിയ ഫ്ലവർ ആക്കിയാൽ മതി, അതായത് ഒറ്റൊരു റൗണ്ടാക്കി എടുത്താൽ മതി. അപ്പോഴാണ് നിങ്ങൾക്ക് കുറേ ഫ്ലവർ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയ ഫ്ലവർ ആയതുകൊണ്ട് ഞാൻ ഇത്ര എണ്ണത്തിൽ ഒതുക്കിയത്. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളറും ഇവിടെ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ആ ഒരു സ്റ്റാറും കൂടി എല്ലാത്തിനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓറഞ്ച് കളർ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ നേരത്തെ പോലെ തന്നെ നീല കളർ മാറ്റി ഓറഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ആ ഒരു നോസിലുള്ള ക്രീം ഒഴിവാക്കുന്നുണ്ട്. ശേഷം നമുക്ക് നമ്മുടെ ഫ്ലവർ വരച്ചു കൊടുക്കാം. ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഒരു വീഡിയോ ഇത്രയും ലെങ്തി ആയിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് ശരിക്കും പറഞ്ഞിരുന്നുണ്ടാണ് ഇത്രയും ലെങ്തായത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു സ്റ്റാറും കൂടി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ഫ്ലവർ ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമ്മൾ നേരത്തെ ആ കേക്കിൻ്റെ അടിയിൽ വെച്ച ബട്ടർ പേപ്പർ പതുക്കെ ഒന്ന് വലിച്ച് പുറത്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ കേക്ക് ബോർഡ് നമുക്ക് പിന്നെ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പണിയൊന്ന് എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പം നമുക്കിതിൻ്റെ അകത്ത് താഴെ കാണുന്ന ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇനി എന്തെങ്കിലും ഒരു ബോർഡർ കൊടുത്താൽ അതൊന്നും കാണൂല, നല്ല ഭംഗിയുണ്ടാവും നമ്മുടെ കേക്ക് കാണാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ബാക്കിയുള്ള ആ ഒരു 2 പേപ്പറും കൂടി ഒന്ന് വലിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആ താഴെ ബോർഡർ ചെയ്യാൻ വേണ്ടി 3 കളർ മിക്സ് ആക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം സെയിം പൈപ്പിംഗ് ബാഗ്, അതായത് നോസിലിട്ട് ആ ബാഗിൽ തന്നെ എല്ലാ കളറും കുറച്ച് കുറച്ച് ഇതുപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ക്രീം തന്നെ ബാക്കിയുള്ളതാണ്. അപ്പോൾ 3 കളറും ഞാൻ ഇതുപോലെ ആ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടാനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്കി കുറേ ക്രീം ഉണ്ടായതുകൊണ്ട് ആ സെയിം വെച്ച് തന്നെ ചെയ്യുന്നതാണ്. നമുക്ക് ഫസ്റ്റിൽ നേരത്തെ ചെയ്ത ബാക്കിയുള്ള ആ ഓറഞ്ച് കളറൊന്ന് ഇതുപോലെ ഞാൻ മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബോർഡർ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റാർ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഒരുപാട് തരത്തിൽ നമുക്ക് ബോർഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത് ഞാൻ ആ നോസിലിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പം ആ നീല കളർ വരുന്നത് താഴത്തായിട്ട് വരും. അപ്പോൾ എനിക്കൊന്ന് കാണാനൊന്നും കൂടി ഭംഗിയുണ്ടാവും. ഞാനിവിടെ ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ആ നോസിലിൻ്റെ ആ പൊസിഷൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കളറ് ചേഞ്ച് ആകുന്ന പോലെ തോന്നും. അങ്ങനെ നമ്മുടെ ആ ഒരു ബോർഡർ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നല്ല പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം എന്തായാലും മേലെ എഴുതാണ്ടെങ്കിൽ എഴുതി കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ഷുഗർ ബോൾസ് ഉണ്ട്, അതൊന്ന് വെതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കളറും മിക്സ് ആയിട്ടുള്ള ഷുഗർ ബോൾസാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. ഇവിടെ മേൽഭാഗം പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതിനെക്കാട്ടും ഒന്നുകിൽ എന്തെങ്കിലും എഴുതുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി നല്ല ഭംഗിയായിരിക്കും. പിന്നെ മൊത്തം റോസിൻ്റെ മുകളിലും കൂടി കുറച്ച് ബോൾസ് വെതറി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ കേക്ക് ഡെക്കറേഷൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഡെക്കറേഷൻ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. കാരണം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് ക്രീം ബീറ്റ് ചെയ്യേണ്ട സമയം മാത്രമേ വേണ്ടി വരൂ, ബാക്കിയൊക്കെ ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളും അതുപോലെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. താങ്ക്